ഹലോ ഗായ്സ്, സൈക്കോസ് വിഷൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് റോസാ ചെടിയാണ്. റോസാ ചെടിയെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗാർഡനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടിയാണ് നമ്മുടെ റോസാ ചെടി എന്ന് പറയുന്നത്. റോസാ ചെടികൾ ഇഷ്ടമില്ലാത്തവരായിട്ട് തന്നെ ആരും കാണില്ല. ഏറ്റവും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മണം തന്നെയാണ്. റോസ എന്ന് പറയുന്ന ഈ പൂവിനെ നമ്മുടെ തനി മലയാളത്തിലാണെങ്കിൽ പനിനീർ പൂവെന്ന് പറയും കേട്ടോ. ലോകത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മനോഹര പുഷ്പങ്ങളിൽ ഒന്നാണ് നമ്മുടെ റോസാപ്പൂ. നമ്മുടെ ഈ റോസാ ചെടിയിൽ നിന്നും നമുക്ക് പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ആയുർവേദ ചെടിയായിട്ടും കൂടെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമ്മുടെ കണ്ണിലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഈ പനിനീര് ഉപയോഗിക്കുന്നതായിട്ട് ഞങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണല്ലോ. കാണാൻ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ഈ റോസാ പൂക്കളിൽ നിന്ന് ഇന്ന് നിരവധി ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. റോസ് വാട്ടർ, പൗഡർ, അങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിൽ ഇറക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ് റോസാപ്പൂക്കൾ. നമ്മുടെ ഊട്ടിയിലെ റോസ് ഗാർഡനിൽ 5000-ഓളം വർഗത്തിൽ ഉള്ള റോസാ ചെടികളുണ്ട് കേട്ടോ. ഏകദേശം 25,000-ൽ പരം ഇനത്തിലുള്ള പനിനീർ ചെടികൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. നിറം, വലിപ്പം, ആകൃതി, ഗന്ധം എന്നിവ അടിസ്ഥാനമാക്കി പ്രധാനമായി 5 ചെടികൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ റോസാ ചെടികളെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വ്യാവസായിക അടിസ്ഥാനത്തിലും അലങ്കാരികത്തിനുമായി വളർത്താൻ കഴിയുന്ന ഒരു പൂച്ചെടി കൂടെയാണ് നമ്മുടെ പനിനീർ. നിരവധി രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിട്ടുള്ള ഒരു പുഷ്പം കൂടിയാണ് നമ്മുടെ ഈ റോസാപ്പൂക്കൾ. ഈ റോസാപ്പൂക്കളെ ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ. ഹൈബ്രിഡ്, ഫ്ലോറിൻ ബണ്ട, പിന്നെ പോളിയാത്ത, മിനിയേച്ചേഴ്സ്, പിന്നെ ക്ലൈംബേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് നമ്മുടെ ഈ റോസാ ചെടികൾ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്ന് കൂടി നോക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായി ഇതിൻ്റെ തണ്ടുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നല്ലൊരു ഉദ്യാന സസ്യം കൂടിയാണല്ലോ നമ്മുടെ ഈ റോസ അഥവാ പനിനീർ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടും. കൂടാതെ നീർവാഴ്ചയുള്ള സ്ഥലവുമായിരിക്കണം കേട്ടോ. നല്ല നനവൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥലവും കൂടെ ആയിരിക്കണം ചെടി നടുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ നിങ്ങൾ. പിന്നെ ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ചെടികൾ നടുന്നതിന് അനുയോജ്യമായ സമയം കൂടെയാണ്. തറയിലും ചെടിച്ചട്ടിയിലും ഒക്കെ നമുക്ക് ഈ റോസാ ചെടികൾ നട്ട് വളർത്താവുന്നതാണ്. അതെ, നമുക്ക് ചെറിയ നമ്മുടെ ചട്ടികളിലോ അല്ലെങ്കിൽ പോളിത്തീൻ കവറിലോ നട്ട് കിളിർപ്പിച്ച തൈകളാണ് ഇങ്ങനെ നമ്മൾ നടുവാൻ അനുയോജ്യം. നമുക്ക് തറയിലൊക്കെ നട്ടെടുക്കാൻ വേണ്ടി അനുയോജ്യം. ഇപ്പോൾ തറയിൽ നമ്മൾ ഈ റോസാ ചെടി നട്ട് പിടിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു കുഴി എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ആ കുഴിയിലിടുക. അതിനുശേഷം കിളിർപ്പിച്ചെടുത്ത തൈകൾ നമ്മളിവിടെ നട്ടെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ റോസാ ചെടികൾ വളർന്നു വരും കേട്ടോ. പിന്നെ ബഡ് ചെയ്ത് കിളിർപ്പിച്ച തൈകളും മുകുളം മണ്ണിന് മുകളിൽ വരത്തക്ക വണ്ണമായിരിക്കണം നടേണ്ടത്. നട്ടതിന് ശേഷം നല്ലതുപോലെ നനയ്ക്കുകയും വേണം കേട്ടോ. നമ്മുടെ റോസാ ചെടികൾ ചട്ടിയിൽ നട്ടെടുക്കുക, ചെടിച്ചട്ടികളിൽ നട്ടെടുക്കുകയാണെങ്കിൽ സാമാന്യം സൈസുള്ള എന്ന് പറഞ്ഞാൽ ഒരു 35 സെൻറ്റിമീറ്റർ ഉയരവും 30 സെൻറ്റിമീറ്റർ വ്യാസം, ഇങ്ങനെ ഒരു കണക്ക് പറയും. അങ്ങനെയൊക്കെ ഒരു ഏകദേശ സൈസുള്ള ചെടിച്ചട്ടികൾ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് നല്ലത്, നമ്മുടെ ഈ ചെടിക്കായിട്ട് നല്ലത്. അതിൽ പുറത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളം പോകുന്നതിലേക്കായിട്ട് നല്ല ഒരു 3-4 ദൂരങ്ങളൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. 3 ഭാഗവും വളക്കൂറുള്ള മേൽമണ്ണും 2 ഭാഗം ചാണകപ്പൊടിയും 1 ഭാഗം മണലും ഏകദേശം 50-75 ഗ്രാം വരെ എല്ലുപൊടിയും ചേർത്താണ് ചട്ടികളിലേക്കുള്ള മിശ്രിതം നിറയ്ക്കുന്നത്. ഈ മിശ്രിതത്തിൽ ചെടികൾ നടാം. നമ്മുടെ നമ്മൾ കിളിർപ്പിച്ചെടുത്ത തൈകൾ നമുക്ക് നടാം. നട്ട് കഴിഞ്ഞാൽ നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചട്ടിയിൽ നിറയ്ക്കുന്നത് മണ്ണ് 3 മാസം കൂടുമ്പോൾ മാറ്റുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും വേരോട്ടത്തിനും നല്ലതാണ് കേട്ടോ. റോസാ ചെടികൾക്ക് കൃത്യമായ വളപ്രയോഗം വേണം കേട്ടോ. വളപ്രയോഗം കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് നമുക്ക് ഇല്ലാതെ പോകും. എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോകും. ആദ്യത്തെ പൂവ് വിരിയുന്നത് വരെ 2 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ അളവിൽ നമുക്ക് ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ നൽകേണ്ടതാണ്. ആദ്യത്തെ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ 50 ഗ്രാം കടലപ്പിണ്ണാക്ക് ചെടികൾക്ക് നൽകേണ്ടതാണ് കേട്ടോ. 2-3 കിലോഗ്രാം പച്ച ചാണകമോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിലക്കടല പിണ്ണാക്കോ 4 ദിവസം മുതൽ 7 ദിവസം വരെ 5 ലിറ്റർ പച്ചവെള്ളത്തിൽ നമ്മൾ ഇട്ട് കലക്കിയെടുത്ത ലായനി ഒരു ചെടിക്ക് 1/2 ലിറ്റർ എന്ന തോതിൽ വെള്ളത്തിൽ നേർപ്പിച്ച് നൽകേണ്ടതാണ്. ഇത്തരം വളപ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ചെടികൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതുമാണ് കേട്ടോ. നമ്മുടെ ഈ റോസാ ചെടികളിലെ ഒരുപാട് കീടബാധകൾ വരും കേട്ടോ. നമ്മുടെ വണ്ടുകളായും അതല്ലെങ്കിൽ ഓരോ പ്രാണികളായും പുഴു ഇങ്ങനെയുള്ളതും, പിന്നെ അതുകൂടാതെ തന്നെ ഈ വരണ്ട് പോകുന്നതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി പെട്ടെന്ന് മേൽഭാഗം ചുരുണ്ട് പോകാൻ അല്ലേ.
അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി BHC 5% എന്ന രാസ കീടനാശിനി 15 ഗ്രാം വരെ വിതറുന്നതാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിലൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പരിചരണം വരുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൊമ്പ് കോതൽ നടത്തിയാൽ കൂടുതൽ പൂക്കൾ ലഭിക്കും. ഉണങ്ങിയതും രോഗങ്ങൾ ബാധിച്ചതും ശക്തി കുറഞ്ഞതുമായ തണ്ടുകൾ മുറിച്ചു മാറ്റേണ്ടതാണ് കേട്ടോ. നിലത്തു നിന്ന് 25 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിക്കുമ്പോൾ ആരോഗ്യമുള്ള മുകുളങ്ങളുടെ 1 സെൻറ്റിമീറ്റർ മുതൽ 1.5 സെൻറ്റിമീറ്റർ വരെ മുകളിലായി ചരിച്ചാണ് മുറിക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റോസയെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് മുതൽക്ക് ഇന്ന് വരെയും റോസ എന്ന് പറഞ്ഞാൽ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ തലയിൽ ഒരു റോസ പൂവെങ്കിലും കാണുമായിരുന്നു. കാരണം അത്രത്തോളം സുലഭമായിരുന്നു. ഏകദേശം വീടുകളിലൊക്കെ കാണുകയും ചെയ്യായിരുന്നു അല്ലേ, നാടൻ റോസകൾ അല്ലെങ്കിൽ പനിനീർ റോസ ഇങ്ങനെയൊക്കെ ഉള്ളത്. പട്ട് റോസ, പന്നീർ റോസ, വെള്ള റോസ, ഇതൊക്കെ പണ്ട് വെള്ള റോസ ഇങ്ങനെ കൊല പൂക്കാന്ന് പറയും. ഒറ്റ കൊമ്പിൽ തന്നെ 4-5 പൂക്കളൊക്കെ വരെ അതുണ്ട്. കുഞ്ഞു റോസ അത് ഇഷ്ടം പോലെ പൂക്കുന്നതാണ്. അതൊക്കെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുമായിരുന്നു. അപ്പോൾ ഈ നാടൻ റോസകളൊക്കെ ഇന്ന് നമുക്ക് ഗാർഡനിൽ ലഭ്യമാണ് കേട്ടോ. ഞങ്ങൾ പോയ 2-3 ഗാർഡനിലൊക്കെ അവർ 150 രൂപയാണ് പറഞ്ഞത് നാടൻ ഐറ്റംസിന്. മറ്റേ സാധാ ഒക്കെ ആണെങ്കിൽ 20 രൂപ മുതൽ 20-25 പല റേറ്റാണ് ഇന്ന് അല്ലേ. ഇന്ന് ഒരുപാട് പേര് മുറ്റത്ത് മാത്രമല്ല, അപ്പം നമുക്ക് വീടിനകത്തും റോസ വെക്കണമെന്നുണ്ടെങ്കിൽ ഒറിജിനെ വെല്ലുന്ന തരത്തിലുള്ള അല്ലേ ഐറ്റംസ് ഇന്ന് നമ്മുടെ വിപണിയിൽ ഇന്ന് നമുക്ക് സുലഭമായി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ സാധാരണ ഇത് അതേ ഡിസൈനില് റോസ ഡിസൈനിലൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കണ്ടോ, സെറ്റ് ചെയ്തേക്കുന്നുണ്ട് ഒറിജിനൽ പോലെയുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.